ഗുജറാത്താണ് സാറിനെ ഇരുകൈ നീട്ടി സ്വീകരിച്ചത്. തീർച്ചയായും ഗുജറാത്തിലെ ഇവിടുത്തെ ഓരോ ലോക്കൽ ആൾക്കാരും സാറിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എത്രത്തോളമാണ് സാർ അവരുടെ സപ്പോർട്ട് സാറിന്? കാരണം നമ്മളെ നാട്ടിൽ തന്നെ തിരുവനന്തപുരത്തു നിന്ന് ഒരാൾ എറണാകുളത്ത് ജോലി ചെയ്യാൻ വന്നാൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാൻ വന്നാൽ, അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് ഒരാൾ തൃശ്ശൂർ വന്നാൽ അതിനെ വരുത്തൻ എന്നുള്ള കൺസെപ്റ്റ് കാണുന്ന നമ്മുടെ നാട്ടിൽ, തീർച്ചയായും കേരളത്തിൽ നിന്ന് ഒരാൾ അന്യ സംസ്ഥാനത്തിലേക്ക് വന്ന് ഇവിടെ ബിസിനസ് ചെയ്യുമ്പോൾ ഒരു ഔട്ട്സൈഡർ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു സാർ? ഇല്ല, ഗുജറാത്തിൽ പൊതുവെ എന്താണ് പറയുക, അതൊരു അങ്ങനെ ഉണ്ടായിട്ടില്ല. ഔട്ട്സൈഡർ എന്നുള്ളൊരു മനോഭാവം ഇല്ല അവിടെ പൊതുവെ ഗുജറാത്തിൽ. വേറെ സ്റ്റേറ്റുകളിലുണ്ടാവും, ഗുജറാത്ത് ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെ അവരുടെ സപ്പോർട്ട് വളരെ സപ്പോർട്ട് ചെയ്യാറുണ്ട് ആൾക്കാർ. തീർച്ചയായും ഡിപ്പെൻഡ്സ് അപ്പോൺ പേഴ്സൺ. നമ്മളെ ഡീലിംഗ് മര്യാദയ്ക്ക് ഉണ്ടാവുമല്ലോ. തീർച്ചയായും നമ്മൾ എങ്ങനെ ആരെ ഡീൽ ചെയ്യുന്നുണ്ട് എങ്ങനെ അതുപോലെയാണ് സാർ നമ്മളെ, അല്ലേ സാർ? ഈ ഇതിൽ സാർ കാരണം എന്ന് വെച്ചാൽ കണ്ണൂരൊക്കെ നാട്ടിലേക്ക് പോകാറുണ്ടോ സാർ? നാട്ടിലിടയ്ക്ക് പോകാറുണ്ട്. ആരെങ്കിലും കല്യാണം അങ്ങനെ വരുമ്പോഴത്തേക്കും പോയി അവിടെ ചെലവഴിക്കാറുണ്ടോ നാടിനിൽ? ഒരാഴ്ച മാക്സിമം. അപ്പോൾ എന്തെങ്കിലും നാളൊരു കാലത്ത് സാറ് നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശമില്ല. കാരണം ഇപ്പോഴത്തെ ബിസിനസ് ഒന്ന് നടത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് ഉള്ളത് മാനേജ് ചെയ്ത് പോവുക. സാറിൻ്റെ ഫാമിലിയെ കുറിച്ചൊന്ന് പറയാമോ? ഫാമിലി പറഞ്ഞാൽ ഞങ്ങളിവിടെ 5 ബ്രദേഴ്സാണ് ഉള്ളത് അഹമ്മദാബാദിൽ. എല്ലാവരും അഹമ്മദാബാദിലാണ് ഉള്ളത്. 2 ബ്രദേഴ്സ് എൻ്റെ കൂടെ ഇവിടെ ഓഫീസിലുണ്ട്. പിന്നെ മറ്റു 2 പേരും ജോലി ചെയ്യാണ് കമ്പനികളിൽ. പിന്നെ എൻ്റെ മദറുണ്ട്, എൻ്റെ മിസ്സിസ് ബീന പ്രസാദ്. ഞങ്ങൾ 84 കല്യാണം കഴിഞ്ഞു. അഹമ്മദാബാദിൽ. അവരിവിടെ തന്നെ ജനിച്ചു വളർന്നത്. മലയാളിയാണ്, പക്ഷേ അവിടെ സെറ്റിൽഡ് ആയിട്ട് തലശ്ശേരി സ്വദേശാണ്. പിന്നെ അവര് ഇവിടെ സച്ചിവാലയ ഗാന്ധിനഗറിലെ എംപ്ലോയിയാണ്, ഗവൺമെന്റ് എംപ്ലോയിയാണ്. തീർച്ചയായും. അപ്പോൾ പിന്നെ ഒരു മോഡ് കല്യാണം കഴിഞ്ഞ് പോയി. ഒരു മകളേ ഉള്ളൂ. ബാംഗ്ലൂരിൽ ഉള്ളത്. പിന്നെ ഒരു മോൻ ഇപ്പോൾ ഈസ് നൗ സ്റ്റഡിങ് ഫോർ MBA കോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ ബിസിനസ് ഇടയ്ക്ക് സഹായിക്കാറുണ്ട്. അപ്പോൾ ഇനി കാരണം എന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത് ഒന്ന് എംപ്ലോയീസ് ആണ്, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫാമിലിയാണ്. തീർച്ചയായും ഒരു ഫാമിലിയുടെ ഒരു കെട്ടുറപ്പുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു ബിസിനസ്സും വളർത്തിയെടുക്കാൻ സാധിക്കുള്ളൂ. സാറ് ഫാമിലിയുടെ കാഴ്ചപ്പാട് സാറിന് എത്രമാത്രം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഫാമിലി എന്ന് പറഞ്ഞാൽ ലിമിറ്റേഷൻ ഉണ്ട്. എല്ലാവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതില്ലല്ലോ. തീർച്ചയായും അങ്ങനത്തെ ഒരു സംഭവം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ ഇപ്പോൾ ഈ ഇതിലൊരു ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ സാർ മോറൽ സപ്പോർട്ട്, തീർച്ചയായും മോറൽ സപ്പോർട്ട് സാറിന് ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായും സാറിപ്പോൾ അമ്മ നാട്ടിൽ നിന്ന് സാർ ഇവിടെ കൊണ്ടുവന്നതാണ് അല്ലേ? കാരണം അമ്മയുടെ ഒരു പ്രസൻസ് സാറിൻ്റെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ വളരെയധികം അത് കാണുന്നുണ്ട് അല്ലേ സാർ? ജസ്റ്റ് പിന്നെ സാർ ഏറ്റവും കൂടുതൽ കാരണം എന്ന് വെച്ചാൽ പ്രാർത്ഥന, ദൈവം എന്ന് പറയുന്ന സാറിന് ഇടയ്ക്ക് വന്നിട്ട് പോയൊരു സബ്ജക്റ്റാണ്. എത്രത്തോളമാണ് സാറിന് ദൈവത്തെ വിശ്വസിക്കുന്നത്? ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്. ദൈവം എത്രത്തോളം അങ്ങനെ പറയാം. തീർച്ചയായും നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നത് ദൈവത്തിന് നമ്മുടെ പ്രവൃത്തിയിലാണ് അല്ലേ സാർ? നമ്മൾ അതാണ് അല്ലേ? അത്രത്തോളം നമ്മൾ വിശ്വാസം. സാർ രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കുക? ഇപ്പോൾ കാലത്ത് 5 മണിക്ക് എന്നും എഴുന്നേറ്റ് വാക്കിങ് കഴിയും. പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാവും, പേപ്പറൊക്കെ വായിച്ച് 9 മണിക്ക്. എത്ര മണിക്കാണ് ഓഫീസിലെത്താൻ? 9:30. കറക്റ്റ് 9:30. അപ്പോഴത്തേക്കും ഓഫീസ് 9:30 തുറക്കും. പിന്നെ പോകുന്നത് വളരെ ടൈം ഫിക്സ് ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വർക്കിനെ അനുസരിച്ച്. തീർച്ചയായും. ഇനി ഫ്യൂച്ചറിൽ സാർ എന്തൊക്കെയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഫ്യൂച്ചറിൽ ഇങ്ങനെ ഐഡിയകളൊക്കെ ഉണ്ട്. കാർഗോ ബിസിനസ്സിനെ കൂടുതൽ വികസിപ്പിച്ചിട്ട് എയർ കാർഗോയിലേക്ക് പോകാനുള്ള ആഗ്രഹമുണ്ട്. എയർ കാർഗോയിലെ സാധ്യതകൾ എത്ര എത്തും? വളരെയധികം സാധ്യതയുള്ള ഫീൽഡാണ് എയർ കാർഗോ. ഇത്രയും ഫാസ്റ്റായി ബിസിനസ്സിനെ വളരെ ഫാസ്റ്റ്. ഗുജറാത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എയർപോർട്ട് ഉള്ളത്, ഗുജറാത്തിലാണ്. ഇല്ല, എയർ കാർഗോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സിസ്റ്റമാണ്, നല്ല സിസ്റ്റമാണ്. കൂടുതൽ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് ഇപ്പോൾ എയർ കാർഗോ. ബിക്കോസ് പീപ്പിൾ വോണ്ട് ഫാസ്റ്റ് മെറ്റീരിയൽ. ഇപ്പോൾ അങ്ങനത്തെ പിന്നെ എയർഷിപ്പുകളൊക്കെ ഉണ്ട് ഇപ്പോൾ ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ എന്തെങ്കിലും ആ ലൈനിൽ കൂടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായും ഐ വോണ്ട് ടു ട്രെയിൻ മൈ സൺ ഫോർ ദാറ്റ്. അങ്ങനെ അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ സാർ? അത് വളരെ ഫ്യൂച്ചറിൽ അത് ചെയ്യാനാണ് സാർ ആഗ്രഹിക്കുന്നത്. ഓക്കെ സാർ, നമ്മുടെ പുതുതായിട്ട് ബിസിനസ് ചെയ്യാൻ വരുന്ന നമ്മുടെ ഒരു പുതിയ യങ് ജനറേഷൻ, അതിൽ സാറിൻ്റെ മകൻ പെടാം, സാറിൻ്റെ ബ്രദേഴ്സ് പെടാം, ഒരുപാട് പേരുണ്ടാവാം. അവർക്ക് സാറ് നൽകുന്ന ഏറ്റവും വലിയ, സാറിൻ്റെ ഇത്രയും നാളത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാറ് നൽകുന്ന ഏറ്റവും വലിയ മെസ്സേജ് എന്തായിരിക്കും?
ഇപ്പോൾ ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആദ്യമൊക്കെ ഉണ്ടായിരുന്ന ആദ്യ കാലങ്ങളിൽ അതൊരു പിന്നെ കുടുംബപരമായിട്ട് ആൾക്കാർക്ക് ബിസിനസ്സിൽ ഫീൽഡിൽ ഫാമിലി തന്നെ ജനിച്ചു വളർന്ന കുട്ടികളായിരുന്നു, അവരങ്ങോട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ബേസിക്കലി നമ്മുടെ അച്ഛനും അമ്മയും ബിസിനസ് ചെയ്യാത്തവരായിരിക്കും, അവർക്ക് മക്കളുണ്ടാവും, അവർക്ക് ബിസിനസ്സിന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അവർക്കാണ്. സാറിന്റെ ഫാദർ ഒരു ബിസിനസ്സുകാരനല്ലായിരുന്നു, ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. പക്ഷെ സാറ് വളരെ വളരെ സക്സസ് ആയ ഒരു ബിസിനസ്സുകാരനായിട്ട് മാറി. അപ്പം അല്ല, അതൊക്കെ ഒരു ഞാൻ പറഞ്ഞില്ല, ഓരോ ലക്കാണ് അത്. അത് തീർച്ചയായും പഴയ അഹമ്മദാബാദാണോ സാർ ഇപ്പോൾ ഇന്നത് എത്രത്തോളം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് സാർ? അത് വളരെയധികം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. റോഡ് കണ്ടെത്തുന്ന റോഡ് വൈസ് പല കാരണങ്ങളും അമിതമായിട്ട് ഡെവലപ്ഡ് ആയി. ഇടയ്ക്ക് ഒരു 1980s ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി വളരെ ഡൗൺ ആയിപ്പോയി. അപ്പോൾ അതിനുശേഷം പീപ്പിളിൽ ഇത്ര ഇൻഡസ്ട്രീസാണ്, അവർ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിനെ അത് കോമ്പൻസേറ്റ് ചെയ്ത് വേറെ പല ഇൻഡസ്ട്രീസിലേക്കും അവരത് നടത്തിയിട്ട് വിജയിച്ചിരിക്കുക. അപ്പം ഹെവി ഇൻഡസ്ട്രീസ്, പ്ലാസ്റ്റിക്, മെഡിസിൻ ഫീൽഡ് എല്ലാം അഹമ്മദാബാദിലാണ്, ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ആയിരിക്കുന്നത്. വൈബ്രന്റ് ഗുജറാത്ത് എന്നാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. എസ്പെഷ്യലി ഒരു കോർഡിയൽ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ ആണ് മെയിൻ ആയിട്ടുള്ളത്. തീർച്ചയായും അതൊരു മെയിൻ കാരണം തന്നെയാണ്. അതിന് പറ്റിയ ലീഡേഴ്സും ആൾക്കാരൊക്കെ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യാനുള്ള ആഗ്രഹമുള്ളവരാണ്, അറിയണം, അത് ആത്മാർത്ഥമായിട്ട് ഡെവലപ്പ് ചെയ്യണമെന്ന് പറയുന്ന ആൾക്കാരാണ്. അതിന് വേണ്ടിയിട്ട് പല സ്കീമുകളും പല ഇതും പ്ലസ് ദേ ആർ ടേക്കിംഗ് ബെനിഫിറ്റ് ഓഫ് ദി ഇൻഹെറന്റ് ക്വാളിറ്റി ഓഫ് ബിസിനസ്മാൻ ഇൻ ഗുജറാത്ത്. അപ്പോൾ അത് അവർ യൂട്ടിലൈസ് ചെയ്യാണ് അവർ. അപ്പോൾ നമ്മുടെ മലയാളീസിന് ഇവിടെ വന്നാൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, അതിന് പറ്റിയ ഫീൽഡാണ് ഗുജറാത്ത്. ക്യാപിറ്റൽ മെയിൻ ക്രിറ്റീരിയ കൂടി, ക്യാപിറ്റൽ ഇല്ലെങ്കിലും കൂടി ഒരു ബുദ്ധിയുടെ ആൾക്കാർക്ക് ക്യാപിറ്റൽ ഇല്ലാണ്ട് തന്നെ ബിസിനസ് ചെയ്യാനൊക്കെ പറ്റും. യു ഷുഡ് ഹാവ് ക്ലിയർ കോൺടാക്ട് വിത്ത് പീപ്പിൾസ്, പബ്ലിക് റിലേഷൻ, ആൾക്കാർ കോൺടാക്ട് ആണ്, എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതാണ് സത്യം. ഇത്രയും നാളത്തെ ജീവിതത്തിനിടയിൽ സാറിന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? I am satisfied in all ways, family wise, business wise, I am satisfied. But what I am dealing with, നമ്മളിപ്പോൾ കുറച്ച് ഏജ് കഴിഞ്ഞിട്ട് നമുക്ക് ഡെവലപ്മെൻറ്റിലേക്കുള്ള ഇതിനൊരു പ്ലാനിങ്ങിന് ധൈര്യമില്ല. അപ്പോൾ സം ന്യൂ ജനറേഷൻ ഹാസ് ടു ഡു സംതിങ്. അതാണ് സത്യം. വളരെ തിരക്കേറിയ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സമയം അനുവദിച്ചു തന്നത് വളരെ സന്തോഷമുണ്ട് സാർ. വളരെ നന്ദി. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ മിസ്റ്റർ കെ പ്രസാദുമായിട്ടുള്ള അഭിമുഖത്തിലുടനീളം ആത്മാർത്ഥതയുടെ, സത്യസന്ധതയുടെ, ദൈവവിശ്വാസത്തിൻ്റെ വാക്കുകളായിരുന്നു. ഈ വാക്കുകൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വിജയത്തിന് 100% ഒരു വഴികാട്ടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെയായിരുന്നു, അദ്ദേഹം പറഞ്ഞ വാക്കുകളിലൂടെ അദ്ദേഹം അത് പ്രാവർത്തികമാക്കിയപ്പോൾ തീർച്ചയായും അത് അദ്ദേഹത്തിന് ഒരു വലിയൊരു വിജയത്തിലേക്ക് എത്തിക്കുവാൻ സാധിച്ചു. റാപ്പിഡ് കാർഗോ മൂവേഴ്സ് എന്ന പ്രസ്ഥാനം ഇന്ന് സൗത്ത് ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരു വലിയൊരു ട്രാൻസ്പോർട്ട് കമ്പനിയായി മാറ്റുവാൻ അദ്ദേഹത്തിന് സാധിച്ചതും അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയും സത്യസന്ധതയും ദൈവവിശ്വാസവും ഉള്ളതുകൊണ്ട് മാത്രമാണ്. തീർച്ചയായും അദ്ദേഹം പറഞ്ഞ അവസാനത്തെ വാക്കുകൾ, ഇനിയും എനിക്ക് പലതും ചെയ്യണമെന്നുണ്ട്, പക്ഷേ എൻ്റെ പ്രായം അതിനെ അനുവദിക്കുന്നില്ല, ഇനി യങ് ജനറേഷന് വേണ്ടി മാത്രം. തീർച്ചയായും ഇത് നിങ്ങൾക്കൊരു മെസ്സേജ് മാത്രമായി മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും നമുക്ക് ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം. സർവേശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി പ്രേക്ഷകരോടുള്ള ചോദ്യം ഇതാണ്: സൈനിക അംഗബലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? ചോദ്യം ഒരിക്കൽ കൂടി, ലോകത്ത് സൈനിക അംഗബലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? ഈ ചോദ്യത്തിന് ശരിയുത്തരം ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുക. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-231-7782 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-231-7782 അല്ലെങ്കിൽ 83.